പൂജനീയ സ്വാമി തന്മയ മന്ത്രചൈതന്യ സ്വാമികൾ, ഗുരുകുല ബന്ധുക്കളെ, പഠിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഈ വർഷത്തെ വാർഷിക കൺവെൻഷനിൽ 2025 ഡിസംബർ കൺവെൻഷനിൽ 21 പ്രബന്ധങ്ങളാണ് അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതിൽ 2 പ്രബന്ധം ഇന്നലെ അവതരിപ്പിക്കുകയും ഗഹനമായ ചർച്ചയും വിശകലനവും ഒക്കെ നമ്മൾ നടത്തുകയും ചെയ്തു. ഇനി 19 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നതും അത് പഠനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നതും. നമ്മൾ ഈ 21 പ്രബന്ധങ്ങളും ഒരു തലവാചകത്തിൽ വരുന്നതാണ്. അദ്വൈത ദർശനവും ലോക സമാധാനവും എന്ന തലവാചകത്തിന്റെ പരിധിയിൽ വരുന്നതാണ് മേൽപ്പറഞ്ഞ എല്ലാ പ്രബന്ധങ്ങളും. അതിൽ ചില പ്രബന്ധങ്ങളിൽ പ്രത്യക്ഷമായും മറ്റു ചില പ്രബന്ധങ്ങളിൽ അത് പരോക്ഷമായും നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. ആനുകാലിക ലോകം എന്നത് അസമാധാനത്തിൻ്റെതാണ്. അങ്ങനെ അസമാധാനത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ മാത്രമാണോ അസമാധാനം എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അങ്ങനെയല്ല, അസമാധാനം എക്കാലത്തും ഉണ്ടായിരുന്നു. അസമാധാനത്തിന് മുഖ്യ കാരണമായിരുന്ന, അല്ലെങ്കിൽ ഒരു സമഷ്ടി ലെവലിൽ ആ അസമാധാനം യുദ്ധം തന്നെയായിരുന്നു കാരണം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് യുദ്ധങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. 100 കണക്കിന് യുദ്ധങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാലങ്ങളുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അന്ന് ലോകം വളരെ ക്ലോസ്ഡ് ആയിരുന്നു, സമൂഹം വളരെ ക്ലോസ്ഡ് ആയിരുന്നു. ഇന്ന് ലോകം വളരെ വിശാലമാണ്, തുറന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു ചെറിയ അസമാധാനം ലോകത്തെ ആകമാനം അസമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എവിടെയെങ്കിലും ചെറിയ യുദ്ധം ഉണ്ടാകുമ്പോൾ, ചെറിയ ഭീകരപ്രവർത്തനം ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്ന ഓരോ അമ്മമാരുടെയും കണ്ണുകൾ നിറയുന്നതാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സെമിനാർ സന്ദർഭത്തിൽ വർത്തമാനം പറയേണ്ടിയിരിക്കുന്നത് എങ്ങനെ സമാധാനം കൈവരിക്കാം എന്നതാണ്. കേരളത്തിൽ തലശ്ശേരിക്കടുത്തുള്ള ഏഴുമലയിൽ നടന്ന ലോക സമാധാന സമ്മേളനത്തിൽ വെച്ച് വ്യക്തമാക്കുകയുണ്ടായി. ഏകാത്മകതാബോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, പരമമായ സത്യം ആണ് എന്നും അവിടെ ഗുരു വ്യക്തമാക്കി. ഇന്ന് മുനുഗുരു ആ ഭാഗത്തേക്ക് കടക്കുകയും ചെയ്തു. എന്താണ് ആ പരമമായ സത്യം എന്നതിനെ സംബന്ധിച്ച്? അങ്ങനെ ആ പരമമായ സത്യത്തെ, അല്ലെങ്കിൽ ആത്മവിചാരം ചെയ്ത് ആ പരമമായ സത്യത്തിൽ, അഥവാ ബ്രഹ്മവിചാരം ചെയ്ത് ആ പരമമായ സത്യത്തിൽ എത്തുന്നതിനുള്ള മാർഗങ്ങൾ എവിടെ, ഏതൊക്കെ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു, അതെങ്ങനെ ഏകാത്മകതാബോധം അല്ലെങ്കിൽ ഏകത്വബോധം, അദ്വൈതബോധം നമ്മളിൽ ഉളവാക്കും, അത് നമുക്കെങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ സമാധാനത്തിലേക്കും ഒപ്പം ലോകത്തിന്റെ സമാധാനത്തിലേക്കും കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രബന്ധങ്ങളെല്ലാം. അതിൽ ആത്മവിചാരം എങ്ങനെയാണ് ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലേക്ക്, സമാധാന ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് ഒന്നാമത്തെ പ്രബന്ധവും, പിന്നീട് ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് മേൽപ്പറഞ്ഞ വസ്തുതകൾ അത് നമ്മളുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും എങ്ങനെ പുഷ്ടിപ്പെടുത്തുന്നതാണ്, അതെങ്ങനെ നമ്മിലേക്ക് ഏകാത്മകതാബോധവും ഒപ്പം സമാധാന ജീവിതവും അത് ലോക സമാധാനത്തിന്റെ തലത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നത് സംബന്ധിച്ച് മറ്റൊരു പ്രബന്ധവും, ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന സങ്കല്പം എത്രമാത്രം സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഏകത്വബോധത്തിലേക്കും നമ്മളെ എത്തിക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണ് അതിന് പരിമിതികൾ ഉള്ളത് എന്ന വിഷയത്തെ സംബന്ധിച്ചും മറ്റൊരു പ്രബന്ധം
അവതരിപ്പിക്കുന്നു. നമുക്ക് ഇന്ന് പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത് ഒന്നാമത്തേത് ഉപനിഷത്തുകളിലെ ബ്രഹ്മവിചാരവും സമാധാന ജീവിതവും എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നത് ശ്രീമതി ബീജ മധുവാണ്. ബീജ മധു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുരുകുലത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്ന ആളാണ്, അധ്യാപികയാണ്. വളരെ ലളിതമായി പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് കഴിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ലളിതമായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീമതി ബീജ മധു. ശ്രീമതി ബീജ മധുവിനെ നമുക്ക് പ്രബന്ധം അവതരിപ്പിക്കുന്നതിനായി ഏറെ ആദരവോടെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് വരാം. മഹാഗുരുവിന് പ്രണാമം, ഗുരു പരമ്പരയ്ക്ക് പ്രണാമം, ആത്മ സഹോദരരേവർക്കും പ്രണാമം. ഇന്ന് ഉപനിഷത്തുകളിലെ ബ്രഹ്മവിചാരവും സമാധാന ജീവിതവും എന്ന വിഷയത്തിൽ നമുക്ക് ചിന്തനം ചെയ്യാം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ മാത്രമല്ല സമാധാനം ആഗ്രഹിക്കുന്നത്, ഇവിടെയുള്ള സകലതും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് സമാധാനപരമായ ജീവിതം? ദുഃഖങ്ങളൊന്നുമില്ലാത്ത, സുഖങ്ങൾ മാത്രമുള്ള ഒരു ജീവിതമാണോ? അങ്ങനെയൊന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്, അല്ലെ? സുഖവും ദുഃഖവും ഇടകലർന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖം വരുന്നു, പിന്നെ ദുഃഖം വരുന്നു. ഈ ദുഃഖം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും? ഭഗവാൻ നാരായണ ഗുരു ആത്മോപദേശ ശതകം 49 ശ്ലോകത്തില് പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാവേ ചെയ്തിടുന്നു, ജഗതിയിലും മതമേകമെന്ന് ചിന്തിച്ച് അഖമണയാതെ അകതാരമർത്തിടേണം. എല്ലാവരും ആത്മസുഖത്തിന് വേണ്ടി കർമ്മങ്ങൾ എല്ലാ വിധത്തിലും ഇവിടെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ആത്മസുഖാന്വേഷണം എന്ന മതം ഒന്നു മാത്രമേയുള്ളൂ. ഈ ചിന്തയെ ഊട്ടിയുറപ്പിച്ച് ദൂഷ്യ ചിന്തകളിൽ അകപ്പെടാതെ അന്തരംഗത്തെ ആത്മാവിൽ അമർത്തി വെക്കണം. ഇന്ന് നമുക്കറിയാം, മുൻപുണ്ടായിരുന്നതിനേക്കാൾ ആനന്ദം ലഭിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട്. ഫോണിലെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയിരുന്നാലും നമ്മുടെ ആനന്ദത്തിനുള്ള വകയാണ്. പിന്നെ അതുപോലെ ധാരാളം യാത്രകൾ, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് അവിടെയുള്ള വലിയ കാഴ്ചകളൊക്കെ കണ്ട്, അതുപോലെ വലിയ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ച്, പിന്നെ പ്രോഗ്രാമുകളൊക്കെ നടത്തി ഒക്കെ നമ്മൾ ആനന്ദത്തെ പുൽകുകയാണിപ്പോൾ. എന്നാൽ ഇതെല്ലാം നമുക്ക് നൽകുന്നത് എങ്ങനെയുള്ള ആനന്ദമാണ്? താൽക്കാലിക ആനന്ദങ്ങളാണ്. ഈ താൽക്കാലിക ആനന്ദം കൊണ്ട് നമുക്ക് സുഖം ലഭിക്കുന്നുണ്ടോ? ഒരല്പസമയത്തേക്ക് നമുക്ക് സുഖം ലഭിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ചെന്നുപെട്ട് അല്ലെങ്കിൽ ചെന്ന് വീണ് ദുഃഖം അനുഭവിച്ച് നമ്മൾ നിരാശരാകുകയാണ്. അപ്പോ ഈ താൽക്കാലിക ആനന്ദമാണോ സമാധാനപരമായ ജീവിതം എന്ന് പറയുന്നത്? നമ്മുടെ ആനന്ദവേളകളിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ റീലെടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ആനന്ദമാണ്. പക്ഷെ ഒരു കമന്റ് എങ്കിലും അത് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അസ്വസ്ഥതയാണ്. അത് നമുക്ക് അനുഭവിച്ചവർക്കേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണോ സമാധാനപരമായ ജീവിതം? നമുക്ക് എന്താണ് ശരിക്കും
സമാധാനപരമായ ജീവിതം എന്ന് പറയുന്നത്. സത്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ജീവിതമാണ്. ഇത് എന്താണ് നമ്മള് എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കും? ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഇവിടെ എല്ലാവരും അസ്വസ്ഥരാണ്. വ്യക്തികൾ മാത്രമല്ല, കുടുംബജീവിതം എടുത്താല്, അതുപോലെ സാമൂഹിക ജീവിതം എടുത്താല്, രാഷ്ട്രത്തെ സംബന്ധിച്ചെടുത്താല് എല്ലായിടത്തും ഈ അസ്വസ്ഥത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മള് വലുതാക്കി എടുക്കുകയാണ്. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ പ്രാധാന്യം കൂടുതൽ നൽകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ നിരന്തരം പെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ കാണപ്പെടുന്ന ലോകത്തിന് വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ ആവശ്യത്തിലധികം പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒക്കെ സമാധാനക്കേടുണ്ടാകുന്നത്. അപ്പോ അതിന് ഈ ദുഃഖം നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഈ കാണപ്പെടുന്ന ലോകത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ആത്യന്തികമായി നമുക്ക് വേണ്ടത് ശാശ്വതമായിട്ടുള്ള ആനന്ദമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ. ഈ ശാശ്വതമായ ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ഉപനിഷത്തുകൾ. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷിമാര് അവരുടെ അന്തരംഗത്തിൽ അനുഭൂതികമായിട്ട് അറിഞ്ഞ രഹസ്യങ്ങൾ നമുക്ക് പങ്കുവെച്ചു തരികയാണ് ഉപനിഷത്തുകളിലൂടെ. എന്തിനു വേണ്ടിയാണത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത്. കടിച്ച പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പഠിച്ച് അങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമാണോ? ഇത് അതിനുവേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തില് അനുഭവമായി തീരണം. അങ്ങനെ നമ്മുടെ ജീവിതം സമാധാനപരമായി തീരണം. അതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ എന്താണ് ഉപനിഷത്തുകള്? നമുക്കറിയാം, ആദ്യം സൂക്തങ്ങൾ എന്ന് പറയുമ്പോൾ ഋഷിമാര് മൊഴിഞ്ഞ വാക്കുകളാണ് സൂക്തങ്ങൾ. ഈ സൂക്തങ്ങളെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ശേഖരിച്ചിട്ട് അതിനെ വ്യസിച്ച് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഭഗവാൻ വേദവ്യാസൻ 4 വേദങ്ങളായിട്ട് തിരിച്ചു. നമുക്കറിയാം ഇതൊക്കെ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ. ഈ ഓരോ വേദത്തിന്റെയും അവസാന ഭാഗത്ത് ചേർത്തിട്ടുള്ള സൂക്തങ്ങളാണ് ഉപനിഷത്തുകൾ. അപ്പോ ഈ ഉപനിഷത്തുകള് വേദങ്ങളുടെ അവസാന ഭാഗത്ത് വരുന്നതാണ്. അതുകൊണ്ട് ഈ ഉപനിഷത്തുകൾ തന്നെയാണ് വേദാന്തം എന്ന് പറയുന്നത്. ഉപനിഷത്തുകളുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കണക്കറ്റ ഉപനിഷത്തുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ന് വിപണിയില് 108 ഉപനിഷത്തുകളുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. നമ്മൾ ഓൺലൈനിലൊക്കെ എടുത്ത് നോക്കിയാൽ 108 ഉപനിഷത്തുകളിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. എന്നാൽ അതിനുമപ്പുറത്ത് വേറൊരു കണക്കുണ്ട്. ഓരോ വേദത്തിനും പല പല ശാഖകളുണ്ടെന്നും ആ ശാഖകൾക്കനുസരിച്ചിട്ടാണ് ഈ ഉപനിഷത്തുകളുടെ എണ്ണം എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഋഗ്വേദത്തിന് 21 ശാഖകളാണുള്ളത്, യജുർവേദത്തിന് 109 ശാഖകളാണുള്ളത്, സാമവേദത്തിന് 1000 ശാഖകളാണുള്ളത്, അഥർവവേദത്തിന് 50 ശാഖകളാണുള്ളത്. അങ്ങനെ വരുമ്പോ എത്ര ഉപനിഷത്തുകൾ കാണണം? 1180 ഉപനിഷത്തുകൾ ആണ് കാണേണ്ടത്. ശങ്കരാചാര്യ സ്വാമികൾ പോലുള്ള ആചാര്യന്മാര് 10 ഉപനിഷത്തുകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഈശം, കേനം, കടം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ഛാന്തോക്യം, ബൃഹദാരണ്യം, ഇങ്ങനെ ആണ് ദശോപനിഷത്തുകൾ. ഇവയ്ക്ക് അന്ന് ശങ്കരാചാര്യ സ്വാമികള് അതിന് ഭാഷ്യം ചമച്ചു തന്നിട്ടുണ്ട്.
എല്ലാ ഉപനിഷത്തുകളും പഠിക്കണമെങ്കിൽ നമ്മൾ അതിന് അധികാരിയാണോ എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് മനസ്സ് ശുദ്ധമാകണം. നാരായണഗുരു ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പറയുന്നത്, നിത്യാനിത്യ വിവേകദോഹിനിതരാം നിർവേദമാപദ്യ സദ്വിദ്വാൻ അത്ര സമാധി ഷട്കലസിത സ്യാൻ മുക്തികാമോപുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാതി പ്രസന്നം ഗുരും. അല്ലേ? അപ്പോ അങ്ങനെ സമാധി ഷട്ക ആ ഗുണങ്ങളെല്ലാം അതെല്ലാം പരിശീലിച്ച് വരുന്ന ഒരാൾക്ക് മനസ്സ് ശുദ്ധമായി മാറും. അങ്ങനെ നമുക്ക് ഉപനിഷത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഉപനിഷത്ത് തുടങ്ങുന്നത്, എല്ലാ ഉപനിഷത്തുകളും തുടങ്ങുന്നത് ശാന്തി മന്ത്രത്തോടെയാണ്. ഈ ശാന്തി മന്ത്രം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ ഈ ഓരോ ഉപനിഷത്തിലും ഉള്ളടക്കം എന്ന് പറയുന്നത് കറകളഞ്ഞ ബ്രഹ്മവിദ്യയാണ്. അതായത് ശുദ്ധമായ ജ്ഞാനമാണ്. നമ്മളെപ്പറ്റിയും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെപ്പറ്റിയും ഇത് രണ്ടിലുമുള്ള പരമമായ സത്യത്തെ പറ്റിയുമുള്ള അറിവാണത്. അതുകൊണ്ട് ഇതിനെ എന്താണ് ജ്ഞാനകാന്ഡം എന്നും പറയുന്നുണ്ട്. ഭാരതത്തില് പറയുന്നത് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അറിവ് നമ്മളെ നയിക്കുന്നത് ആനന്ദത്തിലേക്കും അതുപോലെ പൂർണ്ണതയിലേക്കുമാണ്. എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് ആ ഒന്നിലാണ്. അതാണ് പ്രപഞ്ചത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ഈ കാരണത്തിൽ നിന്നും അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്നും അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിലെ സകലതിലും അന്തര്യാമിയായിട്ട് ഈ ബ്രഹ്മം ഇരിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിരിക്കുന്നു. ഇതിനെയാണ് നാം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് ഇത് തന്നിലേക്ക് തന്നെ നടത്തുന്ന ഒരു യാത്രയാണ്. ഉപനിഷത്തുകളെ വേദങ്ങളുടെ സിദ്ധാന്ത ഭാഗമെന്നും പറയാറുണ്ട്. അവ മോക്ഷമാർഗത്തെയാണ് ഉപദേശിച്ചു തരുന്നത്. അതായത് അതില് കർമ്മത്തിനും തപസ്സിനുമൊക്കെ പ്രാധാന്യം കുറച്ചുകൊണ്ട് ജ്ഞാനം മോക്ഷ സാധനയായിട്ട് പ്രകീർത്തിക്കുകയാണ്. മനുഷ്യനിലെ ഉത്തുംഗ അനുഭവത്തെ അല്ലെങ്കിൽ പീക്ക് എക്സ്പീരിയൻസിനെ നമുക്ക് വേദിച്ചു തരികയാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്ത് എന്ന പദം പരിശോധിക്കുകയാണെങ്കിൽ അതൊരു സംസ്കൃത പദമാണ്. ഷദ് എന്ന ധാതുവിൽ നിന്നാണ് ഉപനിഷത്ത് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അർത്ഥം ആശ്രയം കണ്ടെത്തി അടുത്തിരിക്കുക, അവിടെ ഇരിക്കുക എന്നാണ്. ആശ്രയം കണ്ടെത്തി അവിടെ ഇരിക്കുക എന്നാണ്. അതിന് രണ്ട് ഉപസർഗങ്ങൾ കൂടിയുണ്ട്, ഉപ എന്നും നീ എന്നും. ഉപ എന്നതിന്റെ അർത്ഥം തൊട്ട് താഴെ എന്നും നീ എന്നാൽ അടുത്തു എന്നുമാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞാല് ആശ്രയം കണ്ടെത്തി അടുത്തു വന്ന് താഴെ ഇരിക്കുക എന്നാണ്. വാസ്തവത്തില് ഉപനിഷത്ത് ഒരു സന്ദർഭമാണ്. അനുഭവസ്ഥനായ ഒരു ഗുരുവിന്റെ അടുത്തേക്ക് സംശയങ്ങളുമായിട്ട് അല്ലെങ്കിൽ സത്യമറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് എത്തുന്ന ശിഷ്യൻ പൂർണ്ണമായി ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് ആ സവിധത്തിലിരിക്കുന്ന ശിഷ്യൻ. ഇത് സത്യാന്വേഷണത്തില്, ഈ ഇരിപ്പെന്ന് പറയുന്നത് സത്യാന്വേഷണത്തില് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ശിഷ്യൻ ഗുരുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ മാറ്റമാണ്. ഉപനിഷത്തുകളില് ഉടനീളം പ്രകാശിച്ചു നിൽക്കുന്ന ഈ പ്രണയ നിർഭരത അല്ലെങ്കിൽ ഗുരു ശിഷ്യ പാരസ്പര്യം, ഇത് നമ്മളെ ജീവിതത്തിന്റെ ആനന്ദത്തിലേക്കും പൂർണ്ണതയിലേക്കും നയിക്കുന്ന വാതിലാണ്. തൈത്തിരീയോപനിഷത്തില് ഒരു ഗുരു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, വിമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, പ്രമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, ദമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, ശമായന്തു ബ്രഹ്മചാരിണ സ്വാഹ. ബ്രഹ്മചാരികൾ
എല്ലായിടത്തു നിന്നും എൻ്റെ അടുക്കൽ വരട്ടെ. അവർ ഇന്ദ്രിയ നിഗ്രഹമുള്ളവരായിരിക്കട്ടെ, ആത്മനിയന്ത്രണമുള്ളവരായിരിക്കട്ടെ. ശിഷ്യൻ ഗുരുവിനെ സ്വീകരിക്കുന്നുണ്ട്. ശിഷ്യൻ ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ ശിഷ്യൻ ഗുരുവിലേക്കും അതുപോലെ ഗുരു ശിഷ്യനിലേക്കും അലിഞ്ഞ് ഒന്നു ചേരുന്നുണ്ട്. അതായത് ഗുരു ശിഷ്യന്റെ ഉണ്മയായി മാറുകയാണ്. ഉപനിഷത്തിൽ പറയുന്ന ഏകമേവ അദ്വിതീയം ബ്രഹ്മ, രണ്ടില്ലാത്ത ഏകത. അതിൽ ആ ഏകതയില് എല്ലാം ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ സമർപ്പണം അടിമത്തമല്ല, അത് അനിവാര്യമാണ്. ഗീതയില് നമുക്കറിയാം, അർജുനൻ ശിഷ്യഭാവം കൈക്കൊണ്ടിട്ട് പൂർണ്ണ സമർപ്പിതനായതിനു ശേഷമാണ് ഭഗവാൻ ഗീതോപദേശം നൽകുന്നത്. ശിഷ്യത്വം തികഞ്ഞ ഒരുവനില്, ഈ ശിഷ്യഭാവം കൈക്കൊണ്ട ശിഷ്യത്വം തികഞ്ഞ ഒരുവനില് പ്രേമമായിട്ട്, അല്ലെങ്കിൽ പ്രേമമായി, കൃപയായി, മൗന പ്രവാഹമായിട്ട് ഗുരു ഇറങ്ങി വരുന്നു. മുണ്ടകോപനിഷത്തിൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞുവോ? ആ ഒന്നിനെ എനിക്ക് പറഞ്ഞു തരൂ, ഞാനത് കേൾക്കട്ടെ എന്നാണ്. ഇത്തരം അറിവിനെ കുറിച്ച് ഞാനൊക്കെ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇത് ഒരു ശാശ്വത മൂല്യമുള്ളതാണ്. ശാശ്വതമായ പരമസത്യത്തെക്കുറിച്ചുള്ള അറിവാണ്. ഇതാണ് പരമപ്രധാനം. ഉപനിഷത്ത് വസ്തുനിഷ്ഠമായി ഉത്തരം പറയുന്ന ഒന്നല്ല. അതിൽ ആദ്യം നമ്മുടെ സാധാരണ അറിവിൽ നിന്നും തുടങ്ങുന്നു. പിന്നെ അല്പാൽപമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. പിന്നീട് നമ്മുടെ നമ്മുടെ ആ ആന്തരികത, അല്ലെങ്കിൽ നമ്മുടെ സത്തയുടെ ആഴം നമുക്ക് കാട്ടിത്തരുന്നു. നമ്മുടെ സത്തയുടെ ആഴം കാട്ടിത്തരുന്നു. പിന്നെ അഗാധതയില് പ്രകാശിക്കുന്ന ആ ബോധത്തെ ചൂണ്ടിക്കാണിച്ചു തരുന്നു. സത്യത്തില് ഗുരു ഉപദേശം കൊടുക്കുകയല്ല ചെയ്യുന്നത്, തിരിച്ചറിയിപ്പിക്കുകയാണ്. അതായത് ഉപനിഷത്ത് എന്ന് പറയുന്നത് സമർപ്പിതനായി ഒരു ഗുരുവിന്റെ സവിധത്തിലിരുന്ന് ഗുരുവിന്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം കേട്ട് അതിനെ മനനം ചെയ്ത് അതിൻ്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ പൂർണ്ണതയെ അനുഭവിക്കുന്ന ഒരു അന്വേഷണമാണ്. അതിനാൽ ബ്രഹ്മസത്യത്തെ സംബന്ധിക്കുന്ന ഉപദേശം അപ്പോൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് ആ പൂർണ്ണതയെ അനുഭവിക്കുന്ന ഒരു അന്വേഷണമാണ്. ബ്രഹ്മവിദ്യയുടെ തത്വം ഉൾക്കൊള്ളുന്ന മഹാവാക്യങ്ങൾ നമുക്കറിയാം. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. സാമവേദ അന്തർഗതമായ തത്വമസി ഛാന്തോക്യോപനിഷത്തിൽ വരുന്നതാണ്. ഉദ്ദാലകാരുണി തന്റെ മകനായ ശ്വേതകേതുവിന് ഉപദേശിക്കുന്നതാണിത്. അതിസൂക്ഷ്മമായ അത് തന്നെയാണ് ഈ സകല ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് സത്യം, അതാണ് ആത്മാവ്. അല്ലയോ ശ്വേതകേതു, അതാണ് നീ. തത്വമസി, അത് നീ തന്നെയാണ്. നാം ഈ ലോകത്തുള്ള സകല അറിവുകളെ കുറിച്ചും പഠിക്കുന്നുണ്ട്, പക്ഷേ ധാരാളം യോഗ്യതകളും ഒക്കെ നേടുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പൊ നമ്മളും ഈ പ്രപഞ്ച പ്രവാഹത്തിന്റെ ഒരു ഭാഗമാണെന്നും ഒരറിവും നമ്മളിൽ നിന്ന് അന്യമല്ല എന്നും നാം അറിവിൽ നിന്നും അന്യമല്ല എന്നും ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള അഖണ്ഡമായ ആ ഒരു അറിവിനെ അനുഭവിക്കുക, അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അതിനാൽ പരമമായ അറിവാണ് ഉപനിഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്.
ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് നാരായണഗുരു വെളിപ്പെടുത്തുന്നു, ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോബുദ്ധർ ന ചിത്തം ബഭുഹു. നീ ബ്രഹ്മം തന്നെയാണ്, നീ ഇന്ദ്രിയങ്ങളോ ബുദ്ധിയോ മനസ്സോ ശരീരമോ അല്ല. പരമമായ സത്യം സാക്ഷാത്കൃതമാകുന്നത് അദ്വൈതമായ ആത്മാനുഭവമായിട്ടാണ്. അതിനാൽ അതിനെ എങ്ങനെ പറയണം? ബ്രഹ്മസത്യത്തെ സംബന്ധിക്കുന്ന ഉപദേശങ്ങളൊക്കെ ആത്മോപദേശ രൂപത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരു നീ എന്താണ്, നീ എന്തല്ല എന്ന രൂപത്തില് ഉപദേശം കൊടുക്കുന്നത്. ശുക്ലയജുർവേദത്തിലെ അനുബന്ധമായിട്ട് വരുന്ന ബൃഹദാരണ്യക ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി, അതുപോലെ അഥർവവേദത്തിലെ മാണ്ഡൂക്യോപനിഷത്തിൽ വരുന്ന വാക്യമാണ് അയമാത്മാ ബ്രഹ്മ. ഋഗ്വേദത്തിലെ ഐതരയോപനിഷത്തിൽ വരുന്ന മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. തത്വമസി ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഉപദേശവാക്യം എന്ന് പറയുന്നു. അതുപോലെ ഈ ഉപദേശം കേട്ടിട്ട് ശിഷ്യൻ സ്വയം പോയിരുന്ന് മനനം ചെയ്യുന്നതാണ് അയമാത്മാ ബ്രഹ്മ. അതുകൊണ്ട് അതിനെ മനനവാക്യം എന്ന് പറയുന്നു. ഈ മനനം അയാളെ കൊണ്ട് എത്തിക്കുന്ന ആ ഒരു സത്യാവബോധമുണ്ടല്ലോ, അതിനെ സൂചിപ്പിക്കുന്നതാണ് അഹം ബ്രഹ്മാസ്മി. ഇത് അനുഭവവാക്യമാണ്. ഇങ്ങനെ ആനുഭൂതികമായിട്ട് നമ്മൾ സാക്ഷാത്കൃതമാകുന്ന ആ ഒരു അരുളിന്റെ സ്വരൂപം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രജ്ഞാനം ബ്രഹ്മ. അത് സ്വരൂപവാക്യമാണ്. ഇനി നമുക്ക് കുറച്ച് ഉപനിഷത്തുകളിൽ പറയുന്ന വാക്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബ്രഹ്മത്തെ മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നു, ന അന്ധപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃശ്യം അവ്യവഹാരം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. ഉള്ളിൽ പ്രജ്ഞയോടുകൂടിയതല്ല, പുറത്ത് പ്രജ്ഞയോടുകൂടിയതല്ല, ഉള്ളിലും പുറത്തും പ്രജ്ഞയോടുകൂടിയതല്ല, ഘനീഭൂതമായ പ്രജ്ഞാനമല്ല, അറിയുന്നതല്ല, അറിവില്ലാത്തതല്ല, കാണപ്പെടുവാൻ കഴിയുന്നതല്ല, വ്യവഹരിക്കപ്പെടുവാൻ കഴിയുന്നതല്ല, ഗ്രഹിക്കപ്പെടുവാൻ കഴിയുന്നതല്ല, ലക്ഷണങ്ങൾ ഒന്നുമുള്ളതല്ല, ചിന്തിക്കപ്പെടുവാൻ കഴിയുന്നതല്ല, പേര് കൊടുക്കുവാൻ കഴിയുന്നതല്ല. ആത്മാവ് ഏകമാണെന്നുള്ള ബോധം കൊണ്ട് മാത്രം അറിയപ്പെടുന്നതാണ്. പ്രപഞ്ചത്തിന്റെ ഉപശമമാണ്. രാഗദ്വേഷാദി വികാരങ്ങളില്ലാത്തതാണ്. പരിശുദ്ധമാണ്. രണ്ടില്ലാത്തതാണ്. അങ്ങനെയുള്ള ഇതിനെ നാലാമത്തെ പാദമായി പണ്ഡിതന്മാർ വിചാരിക്കുന്നു. അവനാണ് അറിയപ്പെടേണ്ടവൻ. ഇപ്പൊ ബ്രഹ്മത്തെ വെളിപ്പെടുത്തുവാൻ ഇതുപോലെ നിഷേധാത്മകമായും പ്രസാദാത്മകമായിട്ടുമുള്ള ശൈലി ഉപയോഗിക്കുന്നതിന് കാരണം അതിനെ വെളിപ്പെടുത്തുവാനായിട്ട് മറ്റൊരു ഉപായം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അല്ല, അതല്ല, ഇതാണ് എന്നൊക്കെ പറയുന്നത്. കൃഷ്ണ യജുർവേദത്തിലെ കഠോപനിഷത്തിൽ യമൻ നചികേതസിനെ ഉപദേശിക്കുന്നു, യാതൊന്നാണോ ഇഹത്തിൽ നിലനിൽക്കുന്നത് അത് തന്നെ പരത്തിലും നിലനിൽക്കുന്നു. യാതൊന്നാണോ പരത്തിലുള്ളത് അത് തന്നെ ഇവിടെയുള്ളത്. ഇതിൽ നാനാത്വം കാണുന്നവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിനെ പ്രാപിക്കുന്നു. ഇത് മനസ്സുകൊണ്ട് തന്നെ പ്രാപിക്കപ്പെടേണ്ടതാണ്. ഇതിൽ അല്പം പോലും നാനാത്വമില്ല. ഇതിൽ നാനാത്വം ഉള്ളതുപോലെ കാണുന്നവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോകുന്നു. സർവം ഹി സച്ചിദാനന്ദം നേഹ നാനാസ്തി കിഞ്ചന. ഭഗവാൻ പറയുന്നു, ഇവിടെ സച്ചിദാനന്ദം മാത്രമേയുള്ളൂ, നാനാത്വങ്ങൾ ഒന്നും തന്നെയില്ല. ഗുരുവാര് ശിഷ്യനാര് എന്ന് വ്യക്തമല്ലാത്ത സാമവേദത്തിലെ കേനോപനിഷത്തിൽ ആദ്യം ബ്രഹ്മത്തെ പറയുന്ന ഇങ്ങനെയാണ്, യാതൊന്നു വാക്കുകൊണ്ട് പ്രകാശിക്കപ്പെടാത്തതാകുന്നുവോ, യാതൊന്നിൽ വാക്ക് പ്രകാശിക്കപ്പെടുന്നുവോ അത് തന്നെയാണ് ബ്രഹ്മം. അതുപോലെ കൃഷ്ണ യജുർവേദത്തിലെ ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നു, അവൻ കാലില്ലാതെ വേഗതയിൽ നടക്കുന്നവനും കൈയില്ലാതെ ഗ്രഹിക്കുന്നവനും കണ്ണില്ലാതെ കാണുന്നവനും കാതില്ലാതെ കേൾക്കുന്നവനുമാണ്. അറിയപ്പെടേണ്ടതിനെ അവൻ അറിയുന്നുണ്ടെങ്കിലും
അവനെ അറിയുന്ന ആരുമില്ല. അവനെയാണ് സർവത്തിനും ആദി കാരണമെന്നും മഹത്തായ പുരുഷനെന്നും പറഞ്ഞിട്ടുള്ളത്. കേനോപനിഷത്തിൽ പറയുന്നു, ഈ ബ്രഹ്മത്തെ അറിഞ്ഞാല് ഈ ജീവിതത്തിൽ തന്നെ സത്യലാഭം ഉണ്ടാകുന്നു. ഇഹത്തിൽ ഇതിനെ അറിഞ്ഞില്ലെങ്കിലോ അത്യധികമായ നഷ്ടമാണ്. അതിനാൽ എല്ലാ ഭൂതജാലങ്ങളിലും ഈ ബ്രഹ്മത്തെ ദർശിച്ചിട്ട് ബുദ്ധിമാന്മാർ ഇഹലോകത്തിൽ നിവർത്തിച്ച് അമൃതന്മാരായിത്തീരുന്നു. ഈശാവാസ്യോപനിഷത്തിന്റെ മലയാളം തർജ്ജമയില് ഗുരു പറയുന്നു, സർവഭൂതഭൂമാത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവന് എന്തുള്ളു നിന്ദ്യമായി തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും. അന്നേതു മോഹം അന്നേതു ശോകം ഏകത്വദൃക്കിന്. അതുപോലെ മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നത്, ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ചമെല്ലാം ഓങ്കാരമാകുന്നു. അതിന്റെ ഏറ്റവും വ്യക്തമായ വ്യാഖ്യാനം ഇപ്രകാരമാകുന്നു: കഴിഞ്ഞുപോയതും നിലനിൽക്കുന്നതും വരാനിരിക്കുന്നതും എല്ലാം ഓങ്കാരമാകുന്നു. 3 കാലത്തിനും അതീതമായിട്ടുള്ളതും ഓങ്കാരം തന്നെയാകുന്നു. ഉപനിഷത്തിന്റെ ദർശനം അദ്വൈത ദർശനമാണ്. അവിടെ ദൈവം വേറെ മനുഷ്യൻ വേറെ അങ്ങനെയൊന്നുമില്ല. മനുഷ്യരെല്ലാം ദൈവത്തിന്റെ ഉണ്മയിൽ നിലനിൽക്കുന്നവരാണ്. ഞാനെന്നുള്ള ആ വ്യക്തിത്വം ദൈവം തന്നെയാണ്. ദൈവത്തിൽ നിന്ന് വേറിട്ട ഞാൻ ഭാവം അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതാണ്. എവിടെ അഹന്തയുണ്ടോ അവിടെ ജ്ഞാനമില്ല. എവിടെ പ്രമേയമുണ്ടോ അവിടെ പ്രമാതാവുണ്ട്. പ്രമാതാവ് അഹന്തയാണ്. അതായത് ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന് അഭിമാനിക്കുന്നതാണ്. എവിടെ എപ്പോൾ അഭിമാനിക്കുന്നു അങ്ങനെ ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നിടത്ത് പ്രമാതാവ് അല്ലെങ്കിൽ അഹന്ത പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് വേറിട്ട ഞാൻ ഭാവത്തെ ദൈവത്തിലേക്ക് തന്നെ തിരിച്ച് അർപ്പിക്കുമ്പോൾ മുക്തിയായി. ഉപനിഷത്ത് പറയുന്നു, മനസ്സിനതീതമായ തലമാണ് തുരീയം. ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ. മറ്റു 3 അവസ്ഥകളും പ്രതീതാവസ്ഥകളാണ്. വാസ്തവത്തിൽ ഇല്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതുമാണ്. അതിനാൽ നമ്മുടെ സാധാരണ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും വെറും തോന്നൽ മാത്രമാണ്. ഇതെല്ലാം സത്യമാണെന്ന് തോന്നിക്കുന്നത് അജ്ഞാന ശക്തി മൂലമാണ്. എന്നാൽ യഥാർത്ഥ സത്യത്തെ നമ്മൾ അറിയാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നാം പഠിച്ചതെല്ലാം വെറുതെയാണെന്നും ആത്മാവിന്റെ ഏകദാനതയാണ് യഥാർത്ഥത്തിൽ അനുഭവിച്ച് അറിയേണ്ടത് എന്നുമാണ് ഉപനിഷത്ത് പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് അപ്പോ സമാധാനത്തിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മെ അറിഞ്ഞാല് നമുക്ക് ദുഃഖങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഒക്കെ മുക്തരാകാൻ സാധിക്കും. സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും നാം തന്നെ തീർത്ത ആശയങ്ങളുടെ കയറുകൊണ്ട് നമ്മെ തന്നെ ചുറ്റി വരിഞ്ഞ് നമ്മെ സ്വയം അകത്താക്കിയിരിക്കുകയാണ്. അതായത് ജീവനാകുന്ന കിളി നമ്മുടെ ശരീരമാകുന്ന ഈ കൂട്ടിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ജീവന് മുക്താവസ്ഥ ലഭിക്കണമെങ്കിൽ നാം തന്നെയായിരിക്കുന്ന ഈശ്വരനെ നമ്മിൽ തന്നെ ദർശിക്കണം. നാം തന്നെയായിരിക്കുന്ന ഈശ്വരനെ നമ്മിൽ തന്നെ ദർശിക്കണം. അതിനാൽ ഉപനിഷത്ത് പറയുന്നു, നീ നിന്നെ അറിയുക. തുരീയാവസ്ഥയിലെത്താൻ നിഷേധാത്മകവും അതുപോലെ പ്രസാദാത്മകവുമായിട്ടുള്ള 2 രീതികളാണ് നമുക്ക് സ്വീകരിക്കാവുന്നതെന്ന് പറയുന്നു. നിഷേധാത്മകത്തിൽ
ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശൂന്യമായ ബോധത്തിന്റെ സാക്ഷാത്കാരത്തിനാണ് ഊന്നൽ നൽകുന്നത്. അതിനെ ശ്രീബുദ്ധൻ പറയുന്നത് നിർവാണം എന്നാണ്. എന്നാൽ പ്രസാദാത്മകത്തിൽ ഇവിടെ കാണുന്ന സകലതും ഉള്ളത് തന്നെ എന്നറിഞ്ഞ് എല്ലാറ്റിലും ഈശ്വര സാക്ഷാത്കാരത്തെ അനുഭവിച്ച് ജീവിക്കുക. അതായത് ഭഗവാൻ കൃഷ്ണന്റെ തത്വം വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആനന്ദങ്ങളും ജീവിക്കാനുള്ളതാണ്. എന്നാൽ ജീവിക്കുമ്പോൾ എല്ലാത്തിലും ഒരു ഏകത നാം ദർശിക്കേണ്ടതുണ്ട്. ആ അന്തർധാരയാണ് ജീവിതത്തെ സമാധാനപരമാക്കുന്നത്, നന്മ നിറഞ്ഞതാക്കുന്നത്, സർവസമ്പന്നമാക്കുന്നത്. ഈ രണ്ട് രീതിയിൽ നമ്മുടെ പ്രകൃതത്തിന് ഏതാണോ യോജിച്ചത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ബാഹ്യമായ അറിവുകൾ മോശമാണെന്നൊന്നുമല്ല. ഈ അറിവുകളൊക്കെ നാം ആത്മജ്ഞാനത്തിന്റെ നിറവില് പ്രയോഗിക്കുകയാണ് വേണ്ടത്. ബാഹ്യ ജീവിതവും ആന്തരിക ജീവിതവും നിന്ദ്യമല്ല. അത് ആത്മജീവിതത്തിൽ നിന്ന് വേണം ഇത് രണ്ടും, ബാഹ്യ ജീവിതവും ആന്തരിക ജീവിതവും പൊടിച്ചു വരാനായിട്ട്. എന്നെ, എൻ്റെ അഹന്തയെ, എൻ്റെ അഭിമാനത്തെയൊക്കെ ഞാൻ സാധൂകരിക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. അതിനു പകരം എൻ്റെ സ്വച്ഛമായ ഉണ്മയെ അനുഭവിക്കുകയാണ് വേണ്ടത്. അപ്പോ അറിയേണ്ട ഒന്നിനെ അറിയാതെയാണ് ഇവിടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിൽ ഇങ്ങനെ ഒഴുകി ജീവിക്കുകയാണ്. അപ്പോൾ ഈ സാധാരണ ജീവിതത്തിനപ്പുറത്ത് തനിക്കൊരു ഉണ്മയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഉണ്മയിലുള്ള സകല താതാത്മ്യങ്ങളെയും നിഷേധിക്കുന്ന ഒരു പുതിയ ജീവിതം നമ്മളിൽ വളർന്നു വരണം. അപ്പോൾ നമ്മുടെ ജീവിതം ഗർവുകളൊന്നുമില്ലാത്ത മൃദുലമായിട്ടുള്ള സമീപനത്തെ പ്രാപിക്കും. പിന്നെ ഒരു ദുഃഖവുമില്ലാത്ത, ഒരു ഭയവുമില്ലാത്ത, വളരെ എളിമയോടെയുള്ള, സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദുഃഖമുണ്ടാകില്ലേ നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സുഖവും ദുഃഖവും ഇടകലർന്നതാണ് ജീവിതം. അപ്പോ അങ്ങനെ ജീവിക്കുമ്പോൾ ഈ സുഖവും ദുഃഖവും ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. എല്ലാം സമഭാവത്തില് കണ്ടു ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നിത്യവും നമുക്ക് സമാധാനത്തില് ജീവിക്കാൻ സാധിക്കും, ശാശ്വതമായ ആനന്ദത്തിലിരിക്കുവാൻ സാധിക്കും എന്ന് ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമാധാന ജീവിതത്തിലേക്ക് വരുവാൻ എല്ലാവരെയും ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ പ്രബന്ധം സമർപ്പിക്കുന്നു ഗുരുപാദങ്ങളിൽ. നന്ദി, നമസ്കാരം.